ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ പരമസുഖം. ഞാൻ ഇന്നൊരു വലിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതായത് ഡേ ഇൻ മൈ ലൈഫ് പോലെ എല്ലാവരെയും പോലെ ഒന്ന് നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. എനിക്കറിയില്ല സംഭവം എങ്ങനെയാണ് വരും എന്നുള്ളത്, പക്ഷേ അത്യാവശ്യം ബോറടിപ്പിക്കാണ്ട് ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങി ഇതാ കാലത്ത് എഴുന്നേറ്റ് ബെഡൊക്കെ വിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഒരു പോക്കാണ് കിച്ചണിലേക്ക്. ചായ കുടിക്കാണ്ട് നമുക്കൊരു ദിവസം തുടങ്ങാനേ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് ഹോളിഡേ ആണ് കേട്ടോ. അതായത് ഹസ്ബൻഡിന് ജോലിയുണ്ട്, അപ്പൂസിന് ജോലി ജോലിന്ന് സോറി, ക്ലാസ്സില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അവനോട് കാലത്ത് പോയി പല്ല് കേൾക്കിടാന്ന് പറഞ്ഞതിനാണ് ആ പൊത്തിയുള്ള ഇരിപ്പ്. അല്ലാത്ത ദിവസം ഇത്ര സമാധാനമായിട്ടൊന്നുമല്ല കേട്ടോ ചായ ഉണ്ടാക്കണേ. ഓരോ ഓട്ടവും ബഹളവും, എണീപ്പിക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഒച്ചയും ബഹളവും എല്ലാം ആണ്. ഇന്ന് എന്താ സുഖം ചായ ഉണ്ടാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ ഒരു ഓറഞ്ച് കണ്ടോ, ടൈനി ആയിട്ടുള്ളത്, അത് അമ്പലമാണ്. നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇവിടെ. ചായ റെഡി. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് കേട്ടോ കണ്ടത്. ഒരു സൈഡിൽ ടി വി കാണുന്നു, ഒരു സൈഡിൽ ഫോൺ കാണുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അപ്പം ഞാൻ ചായ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു കേട്ടോ. സമാധാനമായിട്ട് പുറത്തെ വ്യൂവും കണ്ടൊക്കെ ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അല്ലാത്ത സമയത്ത് ഇരുന്നൊന്നുമല്ല ചായ കുടിക്കുന്നത്. എൻ്റെ ദൈവമേ, ചായ തണുത്താറിയിട്ടാണ് ഞാൻ കുടിക്കുന്നതൊക്കെ. ഇവിടെ ഇനി ഒരു മാസം കൂടി ആയിക്കഴിയുമ്പോഴത്തേക്കും ഫുള്ള് പച്ചപ്പായിരിക്കട്ടെ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചായ കുടിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ്. അപ്പൂസിന് ദേ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും കൊടുത്തു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ടാണ് കേട്ടോ കഴിക്കണേ. അല്ലെങ്കിൽ സ്മൂത്തി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാകും. അതുപോലെ പിന്നെ എഗ്ഗ്. ഇത് ആക്ച്വലി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ എക്സസൈസ്, യോഗ അതൊക്കെ ചെയ്യാനുള്ള സമയമില്ല, ഇൻട്രസ്റ്റും ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. പണ്ടൊക്കെ ഇരുന്ന് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഉള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക, അങ്ങോട്ട് മടി പിടിച്ചിട്ട്. ആദ്യമൊക്കെ ഇത് മാത്രം കഴിച്ചാലൊന്നും വയറ് എറിയില്ല കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. ഇപ്പോൾ അത് ശീലമായി തുടങ്ങി, അഡ്ജസ്റ്റായി തുടങ്ങി ബോഡിയിലേക്ക്. പിന്നെ അതുമല്ല, കാലത്ത് അത്ര ഹെവി ആയിട്ട് അങ്ങോട്ട് കഴിക്കാനും തോന്നാറുമില്ല കേട്ടോ ഇപ്പം തന്നെ, ഇങ്ങനത്തെ ശീലമൊക്കെ തുടങ്ങിയതിന് ശേഷം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നോർമൽ ഫുഡ് തന്നെ, ചോറ്, എന്തെങ്കിലും കറികൾ കൂടുതൽ, പിന്നെ രാത്രി ചപ്പാത്തി. എഗ്ഗ് റെഡി. അതിൽ ചാട്ട് മസാല ഇടാം കേട്ടോ, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. അവിടെ ഒരാൾ വിളിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട്, അമ്മ അമ്മന്ന് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഓ വരുന്നു വാവേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. ഇതാ പുള്ളി റെഡിയായി ഓൾമോസ്റ്റ് ഓഫീസിൽ പോകാനായിട്ട്. അപ്പൂസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ആയിട്ടോ. അവന് പൂരി വേണമെന്ന് പറഞ്ഞു. പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവൻ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അവന് വാട്ടർമെലൻ ജ്യൂസ് കൊടുത്തപ്പോൾ അത് വേണ്ട കേട്ടോ, അവന് മസ്ക് മെലൻ ജ്യൂസ് മതിയെന്ന്. ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരിതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ. കുറച്ച് ജ്യൂസ് ആ ഗ്ലാസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഫുള്ള് ഇരുന്ന് കുടിക്കാനായിട്ടോ ഞാൻ പറഞ്ഞത്. കാരണം എത്ര കഷ്ടപ്പെടാം അതിരുന്ന് ഫിൽറ്റർ ചെയ്ത് ഊറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനി പുള്ളിക്ക് ഓഫീസിൽ ഇറങ്ങാൻ സമയമായിട്ടോ. ഓൾറെഡി ലേറ്റായി കുറച്ച്. ഓഫീസിൽ പോകാൻ ലേറ്റ് ആവണത് വെറുതെ ഇരുന്നിട്ടാണ് കേട്ടോ, ഒരു പണിയും ചെയ്തിട്ടല്ല. കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ഓർമ്മ പറഞ്ഞു, അയ്യോ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമെന്ന് പറഞ്ഞൊരു ഓട്ടവും ചാട്ടവും. പിന്നെ നമ്മളെ പണി ചെയ്യാൻ സമ്മതിക്കില്ല, പിന്നെ നമ്മളെല്ലാ പണിയും അവിടെ നിന്ന് ചെയ്ത് കൊടുക്കണം പുള്ളിക്ക്. അതെടുത്താ ഇതെടുത്താ. എൻ്റെ ദൈവമേ, കൊച്ചിനെ റെഡിയാക്കി പുറത്തിറക്കണേക്കാളും ഭയങ്കര കഷ്ടപ്പാട് ഹസ്ബൻഡിനെ റെഡിയാക്കി ഓഫീസിലേക്ക് വിടാമെന്നുള്ള പരിപാടി. ഞങ്ങൾ 12th ഫ്ലോറിലാണ് കേട്ടോ താമസിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഓൾറെഡി ഒരാൾ ഓർഡർ തന്നായിരുന്നു മസ്ക് മെലൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ അതും ഉണ്ടാക്കി ആ പരിപാടി അവിടെ കഴിഞ്ഞു. അടുത്ത് ചെയ്യാൻ പോണ പരിപാടി അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് തലയിൽ എണ്ണ തേക്കുക എന്നുള്ളത്. നോക്ക്, വേണ്ട അമ്മേ പ്ലീസ് അമ്മേ എന്ന് പറയണതാണ് കാണുന്നത്. എന്താണെന്നറിയില്ല ഇത്ര മടി. ഞാനല്ലേ തേച്ച് കൊടുക്കണേ, അവനവിടെ ഇരുന്നാൽ പോരെ. അമ്മേനോട് പറഞ്ഞല്ലേ വേണ്ടാന്ന്, അമ്മ എന്താ അമ്മ അനുസരിക്കാത്തേ? ആ പറയണതാണ് അവിടെ കാണുന്നത്. ആക്ച്വലി എല്ലാ കുട്ടികൾക്കും മടിയുള്ള കാര്യം തന്നെയാണ് തോന്നുന്നത് അല്ലേ എണ്ണ തേക്കാനും. എനിക്കും അതെ, ചെറുപ്പത്തിൽ ഭയങ്കര മടിയായിരുന്നു എണ്ണ തേക്കാൻ. ഇപ്പം എനിക്ക് ഒട്ടും മടിയില്ല കേട്ടോ എണ്ണ തേക്കാനായിട്ട്. കാരണം അത്രക്കും മുടി കൊഴിച്ചിലാണ്. അപ്പോൾ പിന്നെ എനിക്ക് പേടിച്ചിട്ട് നിവൃത്തിയില്ലാണ്ട് വേഗം നമ്മൾ എണ്ണ തേക്കാന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. എപ്പോഴൊക്കെ എണ്ണ തേക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് വയ്ക്കും. കാരണം ഇവിടുത്തെ വെള്ളവും
ഭയങ്കര ഡസ്റ്റുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുത്തേ തന്നെ പറ്റുള്ളൂ മുടിക്കൊക്കെ. എണ്ണ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ടുള്ള വീട്ടിലെ പരിപാടികളൊക്കെ. കുറേ നേരം ടി വി കണ്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ കാറിന് പെയിൻ്റ് അടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ആൺകുട്ടികൾക്ക് എത്ര കാറ് മേടിച്ചാലും അവർക്കൊരു തൃപ്തിയില്ല കേട്ടോ. ഇനിയും വേണം വേണം, അതും വില കുറച്ച് തോന്നല്ല, നല്ല വില കൂടിയാലേ കയറി പിടിക്കത്തുള്ളൂ. അടുത്ത പരിപാടി അടിച്ച പെയിൻ്റ് കുറച്ച് കളയാന്നുള്ളതാണ്. അതൊക്കെ എത്ര വേണമെങ്കിലും മുഷിപ്പില്ലാത്ത കാര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോപ്പും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാലം. ഇതുപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ ഷവർ ജെൽ 3/4 ഭാഗം എടുത്ത് കളഞ്ഞു സൈക്കിള് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല സുഖം കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും. അതെങ്ങനെ ബാക്കി ബ്യൂട്ടീഷ്യൻ പരിപാടികളൊക്കെ ചെയ്യണമല്ലോ. അതായത് വീട്ടിലുള്ളപ്പോൾ ടോണർ, പിന്നെ ഫേസ് സിറം, പിന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാം, ഇത്രയാണ് കേട്ടോ ഇടുന്നത്. ഇത് അത്യാവശ്യമാണ് നമ്മുടെ ഫേസിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റും എല്ലാം അനുസരിച്ച്. പണ്ടേ തൊട്ടുള്ള ശീലമാണ് കേട്ടോ ഐലൈനർ വെച്ച് പുട്ടുവിടുക എന്നുള്ളത്. അതിപ്പോഴും ഉണ്ട്. എനിക്കെന്തോ അങ്ങനെയാണ് ഇഷ്ടം. സുന്ദരിയായോ ഗൈസ്? കുറച്ച് വെട്ടുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അതങ്ങനെയൊക്കെ. അങ്ങനെ ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പോയി ഫുഡ് ഉണ്ടാക്കാമെന്നാണ്. അപ്പൂസിന് പൂരി തന്നെ മതി. അവന് പൂരി 6 നേരം ഉണ്ടാക്കി കൊടുത്താലും അവന് ഇഷ്ടമാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് പൂരി. അപ്പോൾ അവന് പൂരി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാനത് തന്നെ കഴിക്കാം. അല്ലെങ്കിൽ എപ്പോൾ പൂരി ഉണ്ടാക്കിയാലും നന്നായി പൊങ്ങി വരും കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൂരി പോലും പൊങ്ങിയില്ല. നോക്ക്. അപ്പോൾ അവിടെ ഇരുന്നോട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടോ അമ്മയെ കറിക്കുന്ന ചോദിക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത്. പച്ചമുളക് കണ്ടാൽ പിന്നെ അവന് ഇല്ലാത്ത എരിവാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഒരു 5:45. പിന്നെ വിളക്കെത്തിക്കാനുള്ള സമയം. അതിന് മുന്നേ രംഗോലി ഇടുക. രംഗോലി ഇടുക എന്നുള്ളൊരു ഇഷ്ടം എനിക്ക് വന്നത് ആക്ച്വലി എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ചെന്നത് ബാംഗ്ലൂരായിരുന്നു, കർണാടകയിൽ. അപ്പോൾ രാകേഷിൻ്റെ അമ്മ എപ്പോഴും വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ പൂവൊക്കെ ഇട്ട് ദൈവങ്ങളെയൊക്കെ പൂവൊക്കെ ഇട്ട് അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. രംഗോലിയൊക്കെ ഇട്ട് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അന്നേരം ഞാൻ ഇടില്ലായിരുന്നു, കാരണം എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂനെയിലേക്ക് ഷിഫ്റ്റ് ആയപ്പോഴേക്കും പൂനെയിൽ ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്കൊരു ഇഷ്ടം കുറച്ചുകൂടെ കൂടി തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് രംഗോലി കൈ കൊണ്ട് സാധാരണ അങ്ങനെയാണല്ലോ ഇടുന്നത്, അത് നമുക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഈ ഒരു അച്ച് മേടിച്ചു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസിയായി. അതിൻ്റെ മേളിൽ ആ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ഫിൽട്ടറായി കഴിഞ്ഞാൽ ആ ഷേപ്പ് അങ്ങോട്ട് വന്നോളും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടോ അത് ചെയ്യാനായിട്ട്. സോ ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ രംഗോലി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു കേട്ടോ ജോലി കഴിഞ്ഞ്. ഇത് ആക്ച്വലി രണ്ടാമത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ വീഡിയോയിൽ പുള്ളിയുടെ മെസ്സായിരുന്നു കുറച്ച് ഹെയറൊക്കെ. അപ്പോൾ ഇല്ല ഒന്നുകൂടി എടുക്കുമെന്ന് പറഞ്ഞാൽ എടുപ്പിച്ച വീഡിയോ ആണത്. അത് കഴിഞ്ഞ് പതിവ് പോലെ ചായ, ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുള്ളൂ കേട്ടോ. പുള്ളി വന്ന ഉടനെ ചായ കുടിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പൂസിൻ്റെ ഹോംവർക്ക് ടൈമാണ്, അവൻ്റെ പഠിക്കാനുള്ള ടൈമാണ് കേട്ടോ. അവനിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡായി. അപ്പോൾ കുറച്ച് റൈറ്റിംഗ് പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഡെയിലി ഇരുത്തി ഇങ്ങനെ കുറച്ച് എഴുതിപ്പിക്കും. കുറച്ച് ഹോംവർക്ക് ഉണ്ടാവും. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സ്പീഡാവും അവരുടെ റൈറ്റിംഗ് സ്കിൽസൊക്കെ. അത് കഴിഞ്ഞ് അച്ഛനെ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അവരുടെ ഇടയിൽ കളിയും ചിരിയും ആണ് കാണുന്നത്. അതായത് ഇവർ തമ്മിൽ കളിയും ചിരിയും എന്ന് പറഞ്ഞാൽ കടിക്കുക ഇടിക്കുക പിച്ച എന്നുള്ള കളികളല്ലേ, അതവിടെ നടക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. അടുത്ത ദിവസം വരാട്ടെ ഇതുപോലെ എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ആയിട്ട്. അതുവരെ ബൈ ബൈ.